ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കാര്യമായ റോളൊന്നുമില്ലാതിരുന്ന ബി.ജെ.പിയും സംഘപരിവാർ സംഘടനകളും മുൻകാല കോൺഗ്രസ് നേതാക്കളെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും കീശയിലാക്കാൻ നോക്കുന്നത് പതിവായിരിക്കുകയാണ്. ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രിയായ സർദാർ വല്ലഭായ് പട്ടേലിനെ അടിച്ചു മാറ്റിയെടുത്തതിന് പിന്നാലെ പറ്റിയ ആൾക്കാരെ സ്വന്തം അക്കൗണ്ടിലാക്കാൻ വലയുമായി നടക്കുകയാണ് ബി.ജെ.പി നേതൃത്വം. കോൺഗ്രസിന്റെ 13ാമത്തെ പ്രസിഡന്റും മലയാളിയുമായ ചേറ്റൂർ ശങ്കരൻ നായരെ സംഘപരിവാർ ചേരിയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് സമീപകാലത്ത് നടത്തിയത്. വലിയ ദേശസ്നേഹവും കടുത്ത ദേശീയതയും തള്ളിമറിക്കുന്ന RSSന് ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് ഗാന്ധിജി നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമായിരുന്നു RSS നേതാക്കൾ സ്വീകരിച്ചിരുന്നത്. ഈ കുറവ് പരിഹരിക്കാനാണ് കോൺഗ്രസിന്റെ പഴയകാല നേതാക്കളെ റാഞ്ചാൻ ശ്രമിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ബി.ജെ.പി അടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയും പ്രജാമണ്ഡലം സ്ഥാപകനും കോൺഗ്രസുകാരനുമായ വി.ആർ. കൃഷ്ണനെഴുത്തച്ഛന്റെ ഓർമ്മകളെയാണ്. ഇക്കഴിഞ്ഞ ദിവസം കൃഷ്ണനെഴുത്തച്ഛന്റെ 21ാം ചരമവാർഷികമായിരുന്നു. കോൺഗ്രസുകാർ എല്ലാ വർഷവും ചരമവാർഷിക ദിനത്തിൽ ആദരവർപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഒരു സംഘം ബി.ജെ.പിക്കാർ സ്മൃതി മണ്ഡലത്തിൽ പുഷ്പാർച്ചന നടത്താൻ എത്തിയത് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. കെ.പി.സി.സി മുൻ പ്രസിഡന്റ് വി.എം. സുധീരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ എത്തിയതിന് പിന്നാലെയാണ് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ബി.ജെ.പിക്കാർ സ്മൃതി മണ്ഡലത്തിലെത്തിയത്. വി.ആർ. കൃഷ്ണനെഴുത്തച്ഛന്റെ മകനായ വി.കെ. ജയഗോവിന്ദൻ ബി.ജെ.പിയുടെ അനുസ്മരണത്തിൽ പങ്കെടുത്തതും ശ്രദ്ധേയമായി. മുൻപ് കോൺഗ്രസ് നേതാവായിരുന്ന ജയഗോവിന്ദൻ 6 വർഷം മുമ്പ് ബി.ജെ.പിയിൽ ചേർന്നിരുന്നു. ഇദ്ദേഹം താമസിക്കുന്ന കുടുംബ വീട്ടിലാണ് ബി.ജെ.പിയുടെ അനുസ്മരണം നടന്നത്. ജയഗോവിന്ദൻ ബി.ജെ.പിയിൽ ചേർന്ന കാലത്തൊന്നും കൃഷ്ണനെഴുത്തച്ഛനെ ഓർക്കാത്ത ബി.ജെ.പിയാണ് ഇപ്പോൾ പുതിയ തന്ത്രവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ചേറ്റൂർ ശങ്കരൻ നായരെ റാഞ്ചാൻ നോക്കുന്ന അതേ പണിയാണ് കൃഷ്ണനെഴുത്തച്ഛന്റെ കാര്യത്തിലും പയറ്റാൻ നോക്കുന്നത്. 7 വയസ്സ് മുതൽ 95 വയസ്സ് വരെ കറതീർന്ന കോൺഗ്രസുകാരനായിരുന്നു കൃഷ്ണനെഴുത്തച്ഛനെ ബി.ജെ.പിക്കാരനാക്കാൻ നോക്കുന്നതിലെ കൗശല ബുദ്ധിയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. വി.ആർ. കൃഷ്ണനെഴുത്തച്ഛനെ തട്ടിയെടുക്കാൻ നോക്കുന്ന മോഡലിൽ മുൻ മുഖ്യമന്ത്രി കെ. കരുണാകരനെയും ബി.ജെ.പി അടിച്ചു മാറ്റുമോ എന്ന ഭയം കോൺഗ്രസിനുണ്ട്. കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഇപ്പോൾ ബി.ജെ.പിയിലാണ്. കരുണാകരൻ സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന വീടും പറമ്പും പത്മജയുടെ ഉടമസ്ഥതയിലാണ്. പാർട്ടി ബി.ജെ.പി ആയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തുടരുമ്പോഴായിരുന്നു പത്മജ കൂടുമാറി ബി.ജെ.പിയിലേക്ക് പോകുന്നത്. ബി.ജെ.പിയിലേക്ക് പോയെന്നത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ കെ.പി.സി.സി പുനഃസംഘടനയിലടക്കം കടുത്ത വിമർശനങ്ങളായിരുന്നു പത്മജ ഉന്നയിച്ചത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് പത്മജ വേണുഗോപാലിനെ മത്സരിപ്പിക്കുവാനും ബി.ജെ.പി നേതൃത്വം ആലോചിക്കുന്നുണ്ട്. മുൻപ് പത്മജയോട് തന്നെ ചെറിയ വോട്ടുകൾക്കായിരുന്നു ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി പരാജയപ്പെട്ടിരുന്നത്. ആ സാഹചര്യം കൊണ്ടുതന്നെ പത്മജ വീണ്ടും മത്സരിക്കുവാൻ ഇറങ്ങിയാൽ ബി.ജെ.പിക്ക് അനായാസം വിജയിക്കുവാൻ കഴിയുമെന്ന് നേതൃത്വം കണക്കുകൂട്ടുന്നു. കെ. കരുണാകരന്റെ മകൾ എന്ന അഡ്രസ് സംസ്ഥാന വ്യാപകമായി തന്നെ ബി.ജെ.പി കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ബി.ജെ.പിയുടെ പാർട്ടി പരിപാടികളിൽ പോലും കെ. കരുണാകരന്റെ ചിത്രവും കാണേണ്ടി വരിക പോലും ചെയ്തേക്കാം. പത്മജ ബി.ജെ.പിക്കൊപ്പം പോയെങ്കിലും കെ. മുരളീധരൻ കോൺഗ്രസിൽ തന്നെ അടിയുറച്ച് നിലകൊള്ളുകയാണ്. നിരന്തരം സംഘപരിവാറിനെതിരായ വിമർശനങ്ങൾ നടത്തുന്ന മുരളീധരൻ ഏതായാലും തന്റെ പിതാവിനെ ബി.ജെ.പിക്കാർ ഏറ്റെടുക്കുന്നതിന് അംഗീകരിക്കുവാൻ വഴിയില്ല. അങ്ങനെ വരുമ്പോൾ പത്മജയും മുരളീധരനും തന്നെ തമ്മിലുള്ള ഏറ്റുമുട്ടലിനാകും രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിക്കുക.